Guys, can you believe this? I got this order just for 4 rupees. വെറും 4 രൂപയ്ക്ക്. ഷിപ്പിംഗ് ചാർജ് ഇല്ല, എക്സ്ട്രാ ചാർജ് ഇല്ല, വേറെ ഒന്നുമില്ല. വെറും 4 രൂപ. ഈ പ്രൊഡക്റ്റ് വീട്ടിലെത്തുന്നവരെ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം 4 രൂപക്കൊക്കെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കില്ലേ? 4 രൂപ എന്ന് പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കാം, പൊട്ട പാക്കേജിങ് ഒക്കെ ആയിരിക്കുന്നല്ലേ വിചാരിക്കാം. പക്ഷെ പാക്കേജിങ് നോക്കൂ, അതൊക്കെ ഉണ്ടോ, റീയൂസ് ചെയ്യാൻ പറ്റിയ പാക്കേജിങ് ആണ്. നല്ല പ്രൊഡക്റ്റും ആട്ടോ, നല്ല എന്താ ബ്യൂട്ടിഫുൾ ആണ്, ഇട്ടാലി മനസ്സിലാവും. മേ ബി ചിലർക്കൊക്കെ തോന്നാം ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ആണ്. പക്ഷെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഷെയ്ന് വേണ്ടിയിട്ട് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇതെന്ന് വെച്ചാൽ ഈ വീഡിയോക്ക് പിന്നീട് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പറയാം. ഒരു ദിവസം ഞാൻ അങ്ങനെ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടോട്ടലി വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യണ ടൈമിന് ഷെയ്ൻ്റെ ഒരു ഓഫർ കണ്ട് ഒരാൾ ഇൻസ്റ്റയിൽ റീൽ ഇട്ടതാണ്. അപ്പം അത് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ട്രൈ ആക്കി നോക്കി. അപ്പോൾ ട്രൈ ആക്കി നോക്കിയപ്പോൾ വർക്കായി. അതാണ് കാണിച്ചു തന്ന 4 രൂപൻ്റെ ഡ്രസ്സ്. അങ്ങനെ പിന്നെ ഒരു ദിവസം റീല് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിന് ഈ സെയിം ടോപ്പിക്കിൽ ഒരു റീല് കണ്ട്, സെയിം ഓഫർ പറയുന്ന റീല്. ബട്ട് അതിൽ കുറേ കമൻറ്റ്സ് ഇങ്ങനെ കണ്ട്, ഇത് ആൻഡ്രോയിഡിനുള്ളതല്ല, ഇത് ഫേക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടിയതാണല്ലോ, അപ്പം നമ്മൾ എന്താ ചെയ്യാം, ഞാൻ ജസ്റ്റ് കമൻ്റ് ഇട്ട് അല്ലാതെ റിയൽ ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻ്റ് ഇട്ട്. അപ്പോൾ എനിക്ക് കുറേ DM മെസ്സേജ് വന്നു. കുറേ ഒന്നുമില്ല, ഒന്ന് രണ്ടെണ്ണം മെസ്സേജ് വന്നു. എങ്ങനെയാണ് കിട്ടിയത്, എനിക്ക് വർക്കായില്ല, ഒന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചിട്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, എല്ലാവർക്കും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്തവർക്കൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ നല്ല ഹെൽപ്ഫുൾ ആയി. ഈ ഓഫർ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ടത് ഒരു പബ്ലിക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഷെയ്ൻ ആപ്പുമാണ്. അപ്പം നമുക്ക് ഷെയ്ൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മേ ബി ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും നമുക്ക് ഈ ഓഫർ ക്ലെയിം ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അതും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൊടുക്കുന്നത് സേഫ് ആണോ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാവും. അത് നമുക്ക് വീഡിയോൻ്റെ അവസാനം പറയാം. അപ്പോൾ ഷെയ്ൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഷെയ്ൻ ആപ്പിൻ്റെ ഒരു വിൻഡോ കാണാം. അതിൽ നമുക്ക് 4-ാമതായിട്ട് ഷെയ്ൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ടാപ്പ് ചെയ്യാം. എന്നിട്ട് മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. സ്റ്റാർട്ട് ഷോപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഷെയ്ൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. എന്നിട്ട് ജോയിൻ ദ വൈബ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണക്ട് ഇൻസ്റ്റഗ്രാം കൊടുക്കാം. ഈ ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ നമുക്ക് നമ്മുടെ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം ഇൻസ്റ്റഗ്രാമിൻ്റെ. അങ്ങനെ വാട്സപ്പിലേക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് നമുക്കിവിടെ ഫില്ലാക്കി കൊടുക്കാം. എനിക്ക് 2000 രൂപയുടെ വൗച്ചർ ക്ലെയിം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂപ്പൺ കോഡ് ക്ലെയിം ചെയ്തിട്ട് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൂപ്പൺ കോഡ് ഞാൻ ക്ലെയിം ചെയ്ത് സ്റ്റാർട്ട് ഷോപ്പിംഗ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്ലാക്ക് ബട്ടൺ സ്റ്റാർട്ട് ഷോപ്പിംഗ്. എന്നിട്ട് നമുക്ക് അതാ കണ്ടില്ലേ ഷെയ്ൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്നാണ് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുക. ഇവിടെ നിന്ന് നമുക്ക് എത്ര കൂപ്പണാണോ കിട്ടിയത് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഷെയ്ൻവേഴ്സിൻ്റെ വിൻഡോ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷെയ്ൻവേഴ്സിൻ്റെ വിൻഡോ ആണ്. അതാ ഒരു 1049 രൂപയുടെ ഡ്രസ്സ് ഞാൻ കാർട്ടിലേക്ക് ഇടുന്നുണ്ട്. അതിന് നേരെ താഴേക്ക് കാണുമ്പം ചിലപ്പോൾ ഷെയ്ൻ ഇന്ത്യയിലേക്കായിരിക്കും പോകുന്നത്. ഇത് എല്ലാം ഷെയ്ൻവേഴ്സിലുള്ളതായിരിക്കില്ല. അപ്പം സിമിലർ ടോപ്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഷെയ്ൻ ഇന്ത്യയിലേക്ക് പോകും. അവിടെ നിന്ന് എടുക്കുന്ന പ്രൊഡക്ട്സിന് കൂപ്പൺ കോഡ് ക്ലെയിം ചെയ്യില്ല. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് ബാഗിലേക്കിട്ട് അപ്ലൈ കൂപ്പൺ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് കൂപ്പൺ കോഡ് ക്ലെയിം ചെയ്യാം. വെറും 10 രൂപയ്ക്കാണ് ഈ ഡ്രസ്സ് കിട്ടിയത്, കണ്ടില്ലേ. ഇനി ഓർഡറൊക്കെ വീട്ടിലെത്തിയതിന് ശേഷം ഷെയ്നും നമ്മളുമായിട്ട് ഇൻസ്റ്റഗ്രാമുമായിട്ട് ബന്ധമൊന്നും വേണ്ട എന്നുള്ളതിൽ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ വെബ്സൈറ്റ് പെർമിഷനിൽ പോവുക, ആപ്പ് ആൻഡ് വെബ്സൈറ്റ് എടുക്കുക, സെലക്ട് ചെയ്തിട്ട് ആക്റ്റീവിൽ ശരിക്കും നമ്മൾക്ക് കാണാം. ഞാനിപ്പോൾ റിമൂവ് ചെയ്തതുകൊണ്ടാണ് ഷെയ്ന് റിമൂവിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ആക്റ്റീവിലുണ്ടാവും. അവിടെ നിന്ന് നമുക്കെടുത്തിട്ട് റിമൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ട്രൈ ആക്കി നോക്കുക. കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.